Watch full episodes on Jio Hotstar. ഓടിക്കോ ഓടിക്കോ വേഗം ഓടിക്കോ. പൊളിക്കടുത്തല്ലോ. ഇത് എന്തൊക്കെയാ ഇവിടെ ഈ നടക്കുന്നത്? അമ്മേ രക്ഷിക്കണേ. എന്റെ അമ്മച്ചി എന്താ ഇവിടെ ഈ നടക്കുന്നത്? ഈ ഫുർഫുറെ നഗരത്തിൽ ഭൂമികുലുക്കമാണല്ലോ. ഭൂമികുലുക്കം, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, നിർത്തിക്കോ നിർത്തിക്കോ, സ്റ്റോപ്പ്. എന്റെ അമ്മോ, മമ്മേ രക്ഷിക്കണേ. ഞാനാകെ പപ്പടമായി പോയല്ലോ. No, no. കൂട്ടുകാരെ, ആദ്യമായിട്ടാ ഫുർഫുരി നഗരത്തിൽ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാവുന്നത്. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവിടെ.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫുർഫുരി നഗരത്തിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുർഫുരി നഗരം ഈ ഭൂകമ്പത്തിന്റെ എപ്പിസെന്റർ ആയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനൊരു പ്രതിഭാസം കണ്ടിട്ടില്ല. തുടരെയുള്ള ഈ ഭൂകമ്പത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഗവേഷകർ പറയുന്നത് ചന്ദ്രന്റെ പ്രകാശം ക്രമേണ കുറയുകയും ആകൃതിയിൽ മാറ്റങ്ങളുണ്ട് എന്നുമാണ്. അതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അവരുടെ നിഗമനം. വലിയേട്ടാ, ചന്ദ്രനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ ആകൃതിക്ക് എന്തോ ഒരു കുഴപ്പം തോന്നുന്നില്ലേ? എല്ലാരും ശാന്തരാകുക. രാജാതിരാജൻ രാജകുലോത്തുംഗൻ മഹാരാജൻ ചന്ദ്രഭാൻ നിങ്ങളോടെന്തോ കൽപ്പിക്കാൻ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട ചന്ദ്രലോക നിവാസികളെ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഭൂമിയിലെ ഗവേഷകൻ ഡ്രാഗോ നമ്മുടെ ലോകത്തിൽ സക്ഷൻ പമ്പ് ഉപയോഗിച്ച് ഇവിടുത്തെ മണ്ണ് കുഴിച്ച് സ്വർണമെടുക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവും. പിന്നെ അത് ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആദ്യമൊക്കെ നമ്മൾ മിണ്ടാതിരുന്നു, കാരണം നമ്മൾക്കിതിന്റെ ഭവിഷ്യത്ത് അറിയില്ലായിരുന്നു. വൈകിയാണെങ്കിലും നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ രീതി തുടർന്നു പോയാൽ ക്രമേണ ഇവിടുത്തെ പ്രകാശവും നഷ്ടപ്പെടും, നമ്മുടെയൊക്കെ ജീവിതവും ദുസ്സഹമാകും. കാരണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പ്രകാശം അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയായാൽ നമ്മളും നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചേ തീരൂ. അതിനാൽ നാം യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ആ സക്ഷൻ പമ്പിനെ പ്രവർത്തനരഹിതമാക്കണം. കാരണം ചന്ദ്രലോകത്തെ മണ്ണാണ് അവർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗോവിനെ ഇവിടെ നിന്നും ഓടിച്ചേ മതിയാകൂ. പക്ഷെ മഹാരാജാവേ, യുദ്ധം ചെയ്യുകയാണെങ്കിലും എങ്ങനെ ചെയ്യും? ഡ്രാഗോ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തടങ്കലിലാക്കിയിരിക്കുകയല്ലേ, റോബോ സോൾജേഴ്സ് ആക്കിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ പറയൂ, എന്തുകൊണ്ടാണ് എല്ലാവരും നിശബ്ദമായിരിക്കുന്നത്? നമ്മുടെ രാജകുമാരി ചാന്ദിനിയെ ആ രാക്ഷസൻ തടവിലാക്കി ഒരു റോബോ സോൾജർ ആക്കി മാറ്റിയിരിക്കുകയാണ്. യുദ്ധത്തിൽ സ്വന്തം ബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. നമുക്ക് നമ്മുടെ രാജകുമാരിയോടാണ് യുദ്ധം ചെയ്യേണ്ടതെങ്കിലും നമ്മൾ ആ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അതിൽ നിന്നും നമ്മൾ ഒരിക്കലും പിന്മാറരുത്. വരൂ, നമുക്ക് ഈ യുദ്ധത്തിന് തയ്യാറാവാം. അതുവരെ നമുക്ക് വിശ്രമമില്ല. ജയ് ചന്ദ്രഭൂമി! അതെ, ജയ് ചന്ദ്രഭൂമി! വാ, ഓരോരുത്തരായിട്ട് വാ. ചന്ദ്രവാസി ഘടകത്തേക്ക് കടന്നിട്ടുണ്ട്. ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രവാസി അകത്തേക്ക് കടന്നിട്ടുണ്ട്. ചന്ദ്രവാസി അകത്തേക്ക് കടന്നിട്ടുണ്ട്. ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രാഗോനെ കണ്ട് ഭയപ്പെടാ, ഡ്രാഗോനെ കണ്ട് ഭയപ്പെടാ.
ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു മടുത്തിരിക്കുന്നു. അവർക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. സോള ചെല്ല, കമാൻഡർ സിയെ വിളിച്ചു വരുത്ത. ഇപ്പൊ തന്നെ പോയിക്കോളാം. കമാൻഡർ സി, കമാൻഡർ സി, കമാൻഡർ സി, കമാൻഡർ സി, കമാൻഡർ സി, കമാൻഡർ സി, കമാൻഡർ സി. ചന്ദ്രവാസിയകത്തേക്ക് കടന്നിരിക്കുന്നു. ചന്ദ്രവാസിയകത്തേക്ക് കടന്നിരിക്കുന്നു. ആക്രമണം നടക്കും, ആക്രമണം നടക്കും. ഇത് ഞാനാണ് സോള, കമാൻഡർ സി. എന്റെ പരാക്രമികളായ സൈനികരെ, നമ്മുടെ ചന്ദ്രഭൂമിയിൽ നിന്നും ഡ്രാഗോവിനെ വലിച്ചു പുറത്തേക്ക് കളയുക. എല്ലാവരും സജ്ജരാകൂ, ഉടനെ ആക്രമിക്കൂ. ചാന്ദിനി, നിൽക്കൂ എല്ലാവരും. ബഹുമാനപ്പെട്ട രാജൻ, താങ്കളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, ഡ്രാഗോനെ ഭയപ്പെടുന്ന, ഡ്രാഗോനെ ഭയപ്പെടണമെന്ന്. അതിനുള്ള സമയം ഇപ്പോൾ അടുത്തിരിക്കുന്നു. എന്തിനാണ് പേടിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരാനുള്ള സമയം ഇന്ന് കമാൻഡർ സി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഈ ഡ്രാഗോനെ എന്തിനാണ് പേടിക്കേണ്ടതെന്ന്. വേണ്ട മോളെ, പാടില്ല. ഫയർ! ഇതെങ്ങനെ നമ്മളൊക്കെ ചെറുതായി പോയേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രക്ഷപ്പെട്ടോളൂ. ഓടിക്കോ. രക്ഷപ്പെടൂ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ചെറുതായി പോയത്? രക്ഷപ്പെട്ടോളൂ. തിരിച്ചു പോകാം. ശാന്തിനി, എന്റെ പുത്രി. ഡോക്ടർ, ആ റേസ് കാരണം മഹാരാജന് ബുദ്ധിക്ക് എന്തോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഓർമ്മക്കുറവുണ്ടാവുന്നു. നാം ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത്? ആക്രമിക്കേ. ഇവനെ വെറുതെ വിടുക. നിൽക്കവിടെ. മഹാരാജൻ സംയമനം പാലിക്കൂ. ഈ ഡോക്ടർ വന്നിരിക്കുന്നത് അങ്ങേ ചികിത്സിക്കാനാണ്. പരിഭ്രമിക്കേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും. പ്രിയപ്പെട്ട ചന്ദ്രവാസികളെ, നമ്മുടെ ഈ ദുരാവസ്ഥയിൽ നിന്ന് ആരാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. മഹാറാണി, എനിക്കറിയാം നമ്മളെ ആർക്ക് സഹായിക്കാൻ പറ്റുമെന്ന്. അവരുടെ പേരാണ് മോട്ടു, പിന്നെ പത്ലു. ഹലോ,
മോട്ടു മാഷേ, ഞാൻ ചന്ദ്രനിൽ നിന്ന് ടീ ആണ് സംസാരിക്കണേ. ഞാൻ ഭൂമിയിൽ നിന്ന് മോട്ടുവാണ് സംസാരിക്കുന്നത്. അതെ, പിന്നെ തമാശ കളിക്കാനുള്ള സമയമല്ല ഇത് കേട്ടോ. വീണ്ടും വിളിക്കുന്നു. ഹലോ. അല്ല മോട്ടു മാഷേ, ഫോൺ ഡിസ്കണക്ട് ചെയ്യല്ലേ. ഞാൻ ചന്ദ്രനിൽ നിന്ന് ടീ ആണ് സംസാരിക്കണേ. താങ്കളുടെ സേവനം അത്യാവശ്യമാണ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിനക്ക് കളി തമാശ പറയാനുള്ള സമയമല്ല ഇത്, മനസ്സിലായ കോപ്പേ? നിനക്ക് ടീയും കാഫിയും ഒന്നും ഇവിടുന്ന് കിട്ടൂല. ഇതെന്താ? ഭൂതം, ഭൂതം! പത്ലു, പത്ലു, ഇവിടെ ഭൂതമുണ്ട്. ഹലോ എവരിബഡി, സോറി നിങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ക്ഷമിക്കണം. എന്റെ പേര് ടി ആണ്. ഞാൻ ചന്ദ്രനിലെ ഒരു നിവാസിയാണ്. എനിക്ക് മോട്ടു പത്ലുമാരുടെ ഒരു സഹായം വേണം. അതിന് നിനക്ക് ഞങ്ങളെ എങ്ങനെ അറിയാം? ഞാൻ എന്റെ സാറ്റലൈറ്റ് വഴി ഭൂമിയിലെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും പലരെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ എങ്ങനെ നിന്നെ സഹായിക്കുക? പ്രിയപ്പെട്ട മോട്ടു പത്ലു, ഡ്രാഗോ എന്നൊരു ദുഷ്ടൻ കാരണം ചന്ദ്രന്റെ പ്രകാശം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലാണെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. പുർഫുരി നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുക. ഇനിയെങ്കിലും നമ്മൾ ഡ്രാഗോയുടെ പ്രവർത്തികൾ തടഞ്ഞില്ലെങ്കിൽ പുർഫുരി നഗരത്തിന്റെ ദുരവസ്ഥയായിരിക്കും. എന്ത്? ഞങ്ങളുടെ പുർഫുരി നഗർ മുഴുവൻ നശിക്കുമെന്നോ? ഞാനെല്ലാം വിവരിക്കാം. നിങ്ങൾ ഒരു തവണ എന്റെ കൂടെ ചന്ദ്രനിലേക്ക് വന്നാലും പ്ലീസ് ഹെൽപ്പ് us and help yourself also. പുർഫുരി നഗരത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ശരി, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ തയ്യാറായിക്കോളാം. എന്ത് പറയുന്നു പത്ലു? പുർഫുറി നഗറിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. താങ്ക് യു. ഞങ്ങൾ പ്രതീക്ഷിച്ചതും ഇത് തന്നെയായിരുന്നു. എന്റെ അമ്മോ, എനിക്കും ഫുർഫുര നഗരത്തിനെ സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്നെയും കൊണ്ടുപോകണം. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്നെ കൊണ്ടുപോകുന്നത് പറയേ, നിർത്താൻ പറ. വേണ്ട വേണ്ട, എന്നാ പിന്നെ നിങ്ങൾ പോന്നേക്ക്. ഇവിടുന്ന് കാല് കുത്താൻ സാധിക്കുന്നില്ല. ആരെങ്കിലും സഹായിക്കണേ, വേഗം വരണേ. എനിക്കൊരു സ്വപ്നം കാണുന്നത് പോലെ ഉണ്ടല്ലോ. നമുക്കിവിടെ എങ്ങനെ എത്താൻ സാധിച്ചു? ഒരു പിടുത്തമില്ല. ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു പോകും മമ്മി? സോറി, ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ആന്റി ഗ്രാവിറ്റി റേസ് ഇട്ടിട്ട് നിങ്ങളുടെ കാര്യം ശരിപ്പെടുത്തി തരാം. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ആദ്യം നീ ഒന്ന് നേരെ നിൽക്കന്റെ മോട്ടു. ഒന്ന് എണീക്ക് ചിങ്കൻ സാറേ, ഒന്ന് എണീക്ക്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചില്ലേ? ചാട്ടക്ക, എന്നെ തിരിച്ചു കൊണ്ടുപോണം. ഇപ്പൊ തന്നെ കൊണ്ടുപോണം. പൊളിച്ചെടുത്തല്ലോ. മഹാരാജൻ, ഇതാണ് ഞാൻ മുമ്പ് അങ്ങയോട് പറഞ്ഞ രണ്ട് പേര്. വിടരുത്, വിടരുത് ഇവന്മാരെ. ഇവർ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. മഹാരാജൻ, ഇവരാണ് മോട്ടുവും പത്ലുവും. നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡ്രാഗോ ആണ്, ഇവരല്ല. ഓ, ക്ഷമിച്ചാലും മോട്ടു പത്ലു, ഡ്രാഗോ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. മിസ്റ്റർ ടി, താങ്കളെ കുറിച്ചും രാജകുമാരി ചാന്ദിനിയെ കുറിച്ചും എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു. കുഴപ്പമില്ലെന്നേ. അതെ, മഹാരാജാവിന് ബദാം കഴിക്കാൻ കൊടുക്ക. ഓർമ്മശക്തി കൂടാൻ ബദാം കഴിക്കുന്നത് നല്ലതാ. എന്താ
സംഭവിക്കണേ? എന്താ സംഭവിക്കണേ ഇത്? എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഒന്നും മനസ്സിലാവണില്ലല്ലോ. ദൈവമേ, എല്ലാരും അകത്തേക്ക് കയറിക്കോളൂ, അകത്തേക്ക് കയറിക്കോളൂ, നമ്മുടെ വീട്ടിലേക്ക് കയറിക്കോളൂ, നമ്മുടെ സുരക്ഷാ സങ്കേതത്തിലേക്ക് കയറിക്കോളൂ. എൻക്രിറ്റ് വരുന്നുണ്ട്. എന്റെ അമ്മോ, ഓടിക്കോ. Why fear when Chingam is here? The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. പൊളിച്ചെടുത്തല്ലോ. ഈ മോട്ടുപുത്തില് പറഞ്ഞാ മതി, അവന്മാരെ കൂടെ ചേർന്ന് ഞാൻ നമുക്ക് എപ്പോഴും പ്രശ്നം തന്നെ ഉണ്ടാവുന്നത്. അമ്മച്ചി രക്ഷിക്കണേ, എന്റെ അമ്മച്ചി. ആരെങ്കിലും മഹാരാജനെ രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ, ഒന്ന് വേഗം. ഏയ്! പത്ലു! മോട്ടോ, ഞാനിതാ എത്തി. ചിങ്കം സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. രക്ഷിക്കണേ. ചിങ്കം സാറെ രക്ഷിക്കൂ! ഒന്ന് രക്ഷിക്കേ. എന്റെ മമ്മി രക്ഷിക്കണേ. കൈ വിടരുതേ, മുറുക്കി പിടിച്ചോളേ. എന്റെ അമ്മോ. രക്ഷിക്കണേ! എന്റെ അമ്മോ! എന്നെ ശരിക്കും പിടിച്ചോളൂ. വീഴുമല്ലോ. എന്റെ അമ്മോ. No. വേണ്ട. No. എന്റെ അമ്മോ. മമ്മി, മമ്മി, പപ്പ രക്ഷിക്കണേ. ഹെൽപ്പ്, മമ്മി രക്ഷിക്കണേ. എന്റെ പത്ലു, ഇതിനെങ്ങനെയാ നമ്മളത് താഴോട്ടേക്ക് ഇറക്കുക? കൊള്ളാം കൂട്ടുകാരെ, കൊള്ളാം. നിങ്ങൾ നല്ല മിടുക്കന്മാരാ. ഇതാദ്യമായാണ് കിങ് ക്രീറ്റയുടെ മുകളിൽ സവാരി ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഇന്നു മുതൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരനാണ്. ഇത് നിങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കും. കിങ് ക്രീറ്റ, ഒന്ന് വേഗം താഴേക്ക് പോ. എന്റെ കാവിലമ്മേ, താങ്ക് യു ചങ്ങാതി. മഹാരാജാവ് രക്ഷപ്പെട്ടു. എന്റെ അമ്മോ. കറങ്ങി കറങ്ങി 14 ലോകവും ഞാൻ കണ്ടല്ലോ. ഇതിനെ ആരെങ്കിലും ഒന്ന് നിർത്തണേ, വേഗം പ്ലീസ്. മോട്ടു, പത്ലു, നിങ്ങൾ മഹാരാജനെ രക്ഷിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി. നിങ്ങൾക്ക് മാത്രമേ ആ ഡ്രാഗോയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ.
നമ്മൾ 3 ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഗ്രൂപ്പ് 1 ഫ്ലോനാസിൽ എയർ ഷോ കാണിച്ചുകൊണ്ടിരിക്കണം. ആ സമയങ്ങളിൽ റോബോട്ടിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും. ഗ്രൂപ്പ് 2 മിസ്റ്റർ ടി, ഡോക്ടർ ജഡ്ക, സീതാറാം, പിന്നെ ചിങ്കം സാറ്. സ്പേസ് ഷിപ്പിലുള്ള ഗാർഡുകളെല്ലാം അവിടെ നിന്ന് മാറ്റണം. അതിനുശേഷം സ്പേസ് ഷിപ്പിന്റെ അകത്ത് കയറി കൺട്രോൾ റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് 3 നമ്മൾ രണ്ടുപേരും കിങ് ക്രീറ്റയോടൊപ്പം അടിയിൽ ചെന്ന് സക്ഷൻ പമ്പ് കേടുവരുത്തണം. വിജയിക്കും, വിജയിക്കും. ആക്രമിക്കൂ. Group 1 ready for action. All the best. Group 2 ഇനി നിങ്ങളുടെ ഊഴമാണ്, സൂക്ഷിക്കണം. ഗുഡ് ഷോട്ട്. മിസ്റ്റർ ടി, ഡോക്ടർ ജഡ്ക, സീതാറാം, പിന്നെ ചിങ്കം സാർ, സ്പേസ് ഷിപ്പിന്റെ അകത്ത് പോയി കൺട്രോൾ റൂം കണ്ടുപിടിക്കൂ. ശ്രദ്ധിക്കൂ, റിസ്റ്റ് വാച്ചിന്റെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കും. എങ്കിലും ഞങ്ങൾ പോയി റോബോട്ട്സിന്റെ കൺട്രോൾ റൂം അന്വേഷിക്കാം. പൊളിക്കടുത്തല്ലോ. എനിക്ക് അർജന്റായിട്ടൊന്ന് മൂത്രം വയ്ക്കണം. മുട്ടിയിട്ട് വയ്യന്നേ. ഇവിടെ തന്നെ ഒഴിച്ചു പോകുന്ന തോന്നുന്നേ. മോട്ടോ, ഇനി നമുക്ക് ചെന്ന് സക്ഷൻ പമ്പ് കേടുവരുത്താം. ഈ പമ്പാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ശരിയാക്കാം. എന്റെ മോട്ടോ, നിന്നോട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ ആരാ പറഞ്ഞത്? ശരി, പേടിക്കണ്ട, ഞാനിതാ വരുന്നു. രക്ഷിക്കണേ. രക്ഷിക്കണേ.
ഓടിക്കോ ഓടിക്കോ, രക്ഷിക്കണേ. ഓടിക്കോ അയ്യോ, അയ്യോ, രക്ഷിക്കണേ. എന്തായി സംഭവിക്കുന്നത്? കമാൻഡർ സി, ചന്ദ്രവാസികൾ വീണ്ടും വന്നിരിക്കുന്നു. ഡ്രാഗോനെ പേടിക്ക്. ഡ്രാഗോനെ കണ്ട് പേടിച്ചേ മതിയാവൂ. ഇത് എത്ര തവണ പറയണം ഞാൻ? ഇനി ഡംബൂഗയെ വിളിച്ചിട്ട് തന്നെ കാര്യം. ഡംബൂഗയോട് വരാൻ പറയാ. ഡംബൂഗ! ഡംബൂക്ക, ചന്ദ്രവാസികളകത്ത് കടന്നിരിക്കുന്നു. ചന്ദ്രവാസികളകത്ത് കടന്നിരിക്കുന്നു. ഡംബൂക്ക, ഡംബൂക്ക. Dambuka is here. Dambuka is here. Dambuka is here. Dambuka is here. ഡംബൂക, ചന്ദ്രവാസികൾ വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ നിന്നും അവർ ജീവനോടെ തിരിച്ചു പോവാൻ പാടില്ല. എല്ലാവരെയും ഷൂട്ട് ചെയ്യ. ഓരോന്നിനെയും ഷൂട്ട് ചെയ്തേക്ക. ചെല്ല. Okay, sir, Drago. ഇവനെന്തിനായി ക്യാമറ എടുത്തോണ്ട് പോകുന്നേ? അവൻ ചിത്രങ്ങൾ എടുക്കാൻ പോവുകയാണ്. അവന് കൊടുത്ത നിർദ്ദേശങ്ങൾ കൃത്യമായിരിക്കണം. ആ ചിത്രങ്ങൾ മുഴുവനും എടുത്തു കഴിയുന്നവരെ മറ്റു നിർദ്ദേശങ്ങൾ അവൻ സ്വീകരിക്കില്ല. എടാ മണ്ടച്ചാരെ, ചുംബൻ 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 ഡംബോക തന്നെയാ ഇവൻ. രക്ഷിക്കണേ. ഇതെന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സക്ഷൻ പമ്പ് കേടായെന്ന് തോന്നുന്നത്. ഇല്ല ഇല്ല ഇല്ല, വേഗം വായോ. ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിനക്ക് ഇത്രയ്ക്കും ധൈര്യമോ?
ഇനി ആരെങ്കിലും ഉണ്ടോടാ? സോറി എന്റെ വലിയേട്ടോ. ഐ ആം മോട്ടു ഫ്രം ഫുർഫുറി നഗർ. ഹി ഈസ് മൈ ഫ്രണ്ട് പത്ലു. നിങ്ങൾ ആരാ? ഞാൻ ഡ്രാഗോ, സർ ഡ്രാഗോ. ഈ ഡ്രാഗോനെ പേടിക്കണം, ഈ ഡ്രാഗോനെ പേടിക്കണം. എന്റെ പൊന്നു ഡ്രാഗോ ചേട്ടാ, എന്തിനാ നിങ്ങൾ എല്ലാരും ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിങ്ങൾക്കൊന്ന് വെറുതെ ഇരുന്നൂടെ? ഞാൻ ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ധനികനാകാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രനിലെ മണ്ണുപയോഗിച്ച് സ്വർണമുണ്ടാക്കുന്ന മെഷീൻ ഞാനാണ് കണ്ടുപിടിച്ചത്. അതിലൂടെ ഈ ലോകം മുഴുവൻ ഞാൻ വിലയ്ക്ക് വാങ്ങും. എന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. ഞങ്ങളത് തടയും. നിങ്ങൾ തടയോ? എന്നാ തടയാ. എന്റെ പത്തലവും വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്ക്. ആലോചിക്കാനൊന്നുമില്ല, ഓടിക്കോ. എന്റെ അമ്മേ. അതെ, നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത്? നിൽക്കൂ, ഞാൻ പറയുന്നത് അനുസരിക്കൂ. നിൽക്കൂ. നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് മോട്ടുപത്ലു അല്ലേ? ഇവരെങ്ങനെ അകത്ത് വന്നത്? പിടിക്ക് പിടിക്ക്, ചന്ദ്രവാസികളകത്ത് കടന്നിട്ടുണ്ട്. പിടിക്ക്. നീ ഇനി മിണ്ടരുത്. ഹെൽപ്പ്, ഹെൽപ്പ്. ആക്രമിക്കാൻ പോകുന്നു. ഹെൽപ്പ്. എടോ വേട്ടാവളിയ, നിനക്ക് ഇത് എന്തിന്റെ സൂറ്റാണോ? നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അവനെ പിടിക്ക്. നിക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. വേഗം കേറ്, അവരുടെ സൈന്യം നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. ആക്സിലേറ്റർ ഫുള്ളാക്കി അങ്ങ് വിട്ടോ പത്ലു. വേഗം.
ഇത് രാജകുമാരി ചാന്ദിനിയാണ്. നമുക്ക് ഇവരെ വേഗം തിരിച്ചെത്തിക്കാം. പോ, ഇനിയും വേഗത്തിൽ പോ. ഒന്ന് പതുക്കെ പോയിട്ട് മോട്ടു ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. നിർത്ത്, ബൈക്ക് നിർത്ത്. അല്ല, ഇവിടെ എന്തിനാ നിർത്തിയേ? അതിന് ഞാനെവിടെ നിർത്തി? എനിക്ക് തോന്നിയത് വോയിസ് കമാൻഡിൽ വർക്ക് ചെയ്യുന്ന ബൈക്കാന്ന. വെറും പോയിന്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഇനി എന്ത് ചെയ്യും? ഐഡിയ. എല്ലാവരും താഴേക്ക് പോവാൻ പോവാണ്. എവിടെ പോയി കമാൻഡർ സി? അവർ മോട്ടു പത്ലുവിന്റെ പുറകെ പോയിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഡ്രാഗോനെ ഡ്രാഗോനെ പേടിക്കണം. ഇതാരും മോട്ടു പത്ലുവിന് പറഞ്ഞു കൊടുത്തില്ലേ? അവർക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഇവിടെ വന്ന് എന്റെ സ്വർണമുണ്ടാക്കുന്ന മെഷീൻ നശിപ്പിച്ചത്? ഞാൻ അവരെ വെറുതെ വിടില്ല. ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടില്ല. ഡംബൂഗാ! മോട്ടു പത്ലു നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നന്ദി പ്രകടനമൊന്നും വേണ്ട മഹാറാണി. മഹാരാജൻ, ഇവർ രണ്ടുപേർ കാരണമാണ് നമ്മുടെ പുത്രി ചാന്ദിനിയെ തിരിച്ചു കിട്ടിയത്. ഇവരെ ഇപ്പോൾ തന്നെ തീർത്തേക്കാം. ഞങ്ങളുടെ അവസാനം അടുത്തിരിക്കുന്നു. ഇവന്മാര് കാരണമാണ് എന്റെ ചാന്ദിനിക്ക് ഇത്രയും സങ്കടമുണ്ടായത്. ഇവരെ തീർക്കണം, ഇവരെ അവസാനിപ്പിക്കണം. നിൽക്കണം അവിടെ. എവിടെ ഓടുകയാണോ നിങ്ങള്? ബദാം കൊടുക്ക, വേഗം ബദാം കൊടുക്ക. അവിടെ നിക്ക. ക്ഷമിക്കൂ മോട്ടു പത്ലു. നിങ്ങൾ രണ്ടുപേരും എന്റെ മകളെ രക്ഷിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. ക്ഷമിച്ചാൽ. എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ചാന്ദിനി സുഖം പ്രാപിച്ചത്? ഡ്രാഗോ രാജകുമാരിയെ ധരിപ്പിച്ചിരുന്ന ഈ കിരീടം അപകടത്തിൽ തെറിച്ചുപോയി. ഇതിന്റെ സഹായത്തോടെയാണ് ഡ്രാഗോ എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഡ്രാഗോനെ പേടിക്ക, ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. അതെ, ഞങ്ങൾക്കാരെയും പേടിയില്ല കേട്ടോ. മര്യാദക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. ഇവരെ വെറുതെ വിട്ടേക്കൂ, ഇല്ലെങ്കിലുണ്ടല്ലോ. മോട്ടു അകത്തേക്ക് വാ, പുറത്തു നിന്നാ പണി കിട്ടും. വേഗം അകത്തേക്ക് വാ. ഈ പർവ്വതത്തിന്റെ അകത്ത് കയറി അവന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അകത്തേക്ക് വാ, ഇവിടെ നിൽക്കുന്നത് അപകട. ഇത് ഡ്രാഗോയുടെ വെറും നിഴലല്ലേ പത്ലു? ഇതിനേക്ക് എന്തിനാ നീ പേടിക്കുന്നത്? നീ എന്താ ചെയ് ഡ്രാഗോ? ഡ്രാഗോനെ പേടിക്ക.
ഡ്രാഗോനെ പേടിക്ക. നിങ്ങൾക്ക് ഇതുവരെയും അത് മനസ്സിലായിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ അത് മനസ്സിലാക്കി തരാൻ പോകുന്നു. നിന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ നീ എന്തായാലും വരുമല്ലോ മോട്ടു. തീർച്ചയായും വരണം. അപ്പോ നിനക്ക് മനസ്സിലാകും ഡ്രാഗോനെ പേടിക്ക. ഡ്രാഗോനെ പേടിക്കെന്ന് ഞാൻ എന്തിനാണ് പറഞ്ഞിരുന്നതെന്ന്. ഇല്ല പത്ലു, ഞാനിതെന്താ കാണിച്ചത് പത്ലു? മോട്ടു എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. അവനും അതാണ് വേണ്ടത്. നമുക്കെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോകാം. നമ്മൾ പോകും, തീർച്ചയായിട്ടും പോകും. പക്ഷെ അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം. പത്ലു, പത്ലു. ഏയ്, ഒരു മിനിറ്റ്. ഐ വാണ്ട് ടു ആസ്ക് യു സംതിങ്. എക്സ്ക്യൂസ് മീ, ഈ കൺട്രോൾ റൂം എവിടെയാണ്? മുൻവശത്ത് നിന്ന് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ സ്ട്രൈറ്റ്, വീണ്ടും ലെഫ്റ്റ്, പിന്നെ ലാസ്റ്റ് റൈറ്റ്. താങ്ക് യു വെരി മച്ച്. കണ്ടല്ലോ, എത്ര എളുപ്പമായിരുന്നു ഈ പണി. Why fear when Chingam is here? Come on. പൊളിക്കടുത്തല്ല. ഇങ്ങനൊന്നും ചെയ്യല്ല ചിങ്കം സാറേ. അവറ്റങ്ങള് നമ്മളെ തിരിച്ചറിഞ്ഞാലോ പെട്ടുപോയേനെ. നമ്മുടെ ഗതി അതോ ഗതി ആയേനെ. ദാ നോക്കൂ, ഇതാണ് കൺട്രോൾ റൂം. വാ, അകത്ത് പോയി നോക്കാം എന്താണ്. കമാൻഡർ പി, നിങ്ങൾ എന്റെ റോബോ സോൾജർ ആണ്. ഈ സർ ഡ്രാഗോ നിന്റെ ബോസ് ആണ്. സർ ഡ്രാഗോ എന്റെ ബോസ് ആണ്. ഇനി മുതൽ ഈ ഡേഞ്ചർ ഡ്രാഗോ എന്തു പറഞ്ഞാലും നീ അത് കേൾക്കണം. ഏയ്, നീ പറയുന്നൊന്നും അവൻ അനുസരിക്കില്ല. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. യു ആർ അണ്ടർ അറസ്റ്റ്. ഹാൻഡ്സ് അപ്പ്. ഈ ലോകം എന്നെ പേടിക്കുന്നു, എന്നിട്ട് നീ എന്നെ പേടിപ്പിക്കുകയാണോ? എനിക്കിഷ്ടമായി. അത് വളരെ നന്നായി. എന്റെ അമ്മോ. ഏയ് വേണ്ട. നാ പുട്ട് കടല പിടിച്ചോ. ഏയ് come on, one more. ഏയ് നാ പിടിച്ചോ. ഞാൻ ജീവിതത്തിൽ ഇടയ്ക്ക് സീരിയസ് ആവാറുള്ളൂ. പക്ഷെ ഞാൻ സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. എന്റെ അമ്മോ. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും സീരിയസ് ആയിട്ടേ ഇരിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഡ്രാഗോനെ പേടിക്കുന്ന. ഡ്രാഗോനെ പേടിക്ക. ചിങ്ങം സർ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പൊളിക്കടുത്തല്ലോ. ഇത് തന്നെയാണ് ഞാനും ആദ്യം പേടിച്ചത്. ഓടിക്കോ. കമാൻഡർ പി, യു ആർ റെഡി ഫോർ ഓപ്പറേഷൻ? യെസ് സർ ഡ്രാഗോ. മോട്ടുമാഷേ, കൺട്രോൾ റൂം കണ്ടുപിടിച്ചു. നിങ്ങൾ എവിടെയാണ്? എന്ത് കൺട്രോൾ റൂം കണ്ടുപിടിച്ചെന്നോ? നന്നായി. ശ്രദ്ധിക്കൂ, അവരൊക്കെ പത്ലൂർ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ അവൻ അവിടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഞങ്ങൾ വരുവാണ്. നിങ്ങൾ മെയിൻ ഡോറിന്റെ അടുത്ത് ഞങ്ങളെ കാത്തു നിൽക്കൂ. ഓക്കെ? ഓക്കെ മോട്ടുമാഷേ. കൂട്ടരെ, നിങ്ങൾ പേടിക്കരുത്. ഒരു ഉറുമ്പ് ആനയെ കീഴ്പ്പെടുത്തുന്നത് പോലെ, ഒരു എലി പർവ്വതത്തെ തുരക്കുന്നത് പോലെ നമുക്കും നമ്മളുടെ ശക്തി എന്താണെന്ന് ആ ഡ്രാഗോയെ കാണിച്ചു കൊടുക്കണം. അറ്റാക്ക്. ഇവനും വിടരുത്. വിടരുത് ഇവനെ. എടോ, ആരെങ്കിലും മഹാരാജാവിന് ബാദാം കൊടുക്കണോ? എന്റെ അമ്മ, നിങ്ങൾക്കൊന്ന് ചെവി കേട്ടൂടെ? രാജാവിന് ബാദാം കൊടുക്കാൻ. നിന്നാലും മഹാരാജൻ. എന്റെ ദൈവമേ. മഹാറാണി, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. മഹാരാജാവ് ഉടൻ തന്നെ സുഖം പ്രാപിക്കുന്നതാണ്. ഇന്നത്തെ വിജയം നമ്മളുടേത് മാത്രമായിരിക്കും. അല്ലേ കൂട്ടരെ? ഞാൻ മോട്ടു പിന്നെ ചെക്ക.
ഷിപ്പിലേക്ക് പോയി കൺട്രോൾ റൂം കൺട്രോൾ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പുറത്തുനിന്ന് ആക്രമിക്കണം. ജയ് ചന്ദ്രഭൂമി! ജയ് ചന്ദ്രഭൂമി! ജയ് ചന്ദ്രഭൂമി! എന്റെ കാവിലമ്മേ! കമാൻഡർ സി തിരിച്ചു വന്നിരിക്കുന്നു. ഇത് ഞാനാണ് കമാൻഡർ സി. കൺട്രോൾ റൂം എവിടെയാണെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. വരും, നമുക്ക് മിസ്റ്റർ ടിയെ കണ്ടുപിടിക്കാം. നിങ്ങൾ എവിടെയാണ്? ഞാൻ ചാന്ദിനിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഭേദമായോ? നിങ്ങൾ തിരിച്ചു വന്നല്ലോ. ഞങ്ങൾ മെയിൻ റോഡിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. പത്തലു! 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 കമാൻഡർ സി റിപ്പോർട്ടിംഗ് ബാക്ക് സർ. ആഹാ ആഹാ ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. വെൽക്കം ബാക്ക് കമാൻഡർ സി. ഇത് കണ്ടില്ലേ, കൂട്ടുകാരനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഒരു മോട്ടുവും പത്തലും. കമാൻഡർ പി, മോട്ടുവിന്റെ കഥയങ്ങ് കഴിച്ചേക്കാം. യെസ് സർ ഡ്രാഗോ. പത്തലു! നിന്നെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവന്മാരൊക്കെ? പത്തലു! എന്റെ പത്തലു! പത്തലു നോക്ക്, എന്നെ നല്ലോണം നോക്ക്. ഞാനാണ് നിന്റെ മോട്ടു. ആ കിരീടം ഒന്ന് അഴിച്ചു മാറ്റ്. അതുകൊണ്ടാണ് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ആ കിരീടം അഴിച്ചു മാറ്റ്. എന്റെ അമ്മ, എന്റെ അമ്മ. എന്താ? എന്റെ പത്തലു കൂട്ടുകാരാ, നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ? പത്തലു, എന്നെ ഒന്ന് താഴെ ഇറക്കടാ. രക്ഷിക്കണേ! Thank you, thank you. അല്ല, ഞാനിവിടെ എങ്ങനെ എത്തിയേ? ആ ഡ്രാഗോ എന്നെ റോബോ സോൾജിയർ ആക്കി മാറ്റിയത് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഈ മാസ്ക് താഴെ വീണത് കൊണ്ടാണ് എനിക്ക് എന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയത്. ഇവിടത്തെ ദൗത്യം കഴിയുന്നത് വരെ റോബോ സോൾജറായി തുടരുന്നതാണ് ബുദ്ധി. ഇതിന്റെ വയറിംഗ് എല്ലാം പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഡ്രാഗോക്ക് എന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല.
ഡ്രാഗോനെ പേടിക്ക, ഡ്രാഗോനെ പേടിക്ക. നീ ഒരു കാര്യം മറന്നുപോയിരിക്കുന്നു, റോബോട്ടുകൾ ഒരിക്കലും കരയാറില്ല. ഡംബൂഗാ! വീണ്ടും വന്നോ ഡംബൂഗ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേക്ക്. ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി മുതൽ ഡ്രാഗോനെ അവൻ പേടിക്കണം. മിസ്റ്റർ ടി, നമുക്കിപ്പോ സമൂസയുടെ ആവശ്യമുണ്ട്. എത്രയും വേഗം. പൊളിച്ചെടുത്തല്ലോ പത്ലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ സമയത്ത് മോട്ടൂന് കഴിക്കാൻ സമൂസ എത്തിച്ചേ മതിയാകൂ. ഇനിയിപ്പോ ഇവിടെ സമോസ എങ്ങനെ കിട്ടാനാ? മിസ്റ്റർ ടിയോ, അവിടെ ചന്ദ്രലോകത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? മോട്ടുവും പത്തിലും ഒക്കെ സുഖമായിരിക്കുന്നു. ക്ലൈമാക്സ് സ്റ്റാൻഡ് നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യമായിട്ട് മോട്ടിന് സമോസ എത്തിക്കണം. സോറി, എന്റെ പൈസ ഇല്ലട്ടോ. അതിനെന്താ, ഇതിൽ എത്ര വേണമെങ്കിലും എടുത്തോ. എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവിടെ ഉള്ളവരെ സഹായിക്കാമല്ലോ. അവിടെ നടക്കുന്നതൊക്കെ ഞങ്ങൾക്കും കൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. അതിനെന്താ, തീർച്ചയായിട്ടും. പത്ലു, ഇതാ സമോസ, കൊണ്ടേ കൊടുക്ക്. ലോകത്തുള്ളവരൊക്കെ വെള്ളം അടിച്ചാണ് മറ്റുള്ളവരെ അടിക്കാറ്. നീ ഇത് കഴിച്ച് അവരെ അടിച്ച് നിലം പരിശാക്ക്. എന്നാ എടുത്തോ, സമൂസ കഴിക്കേ. ഇല്ല, എനിക്ക് വേണ്ടതിന്റെ സമൂസ. പത്ലു, പത്ലു, നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് ഞാനാടാ, ഞാൻ നിന്റെ കൂട്ടുകാരൻ മോട്ടു.
സമോസ കഴിക്ക്, ഇതെന്റെ ഓർഡറാണ്. ഇല്ല, ഞാൻ കഴിക്കില്ല. സമോസ കഴിക്ക്. കഴിക്കില്ല, കഴിക്കില്ല, ഞാൻ ഈ സമൂസ കഴിക്കില്ല. എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തില്ലാതെ ഈ സമൂസ കഴിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? കഴിക്കില്ല. നീ ഇപ്പൊ സമോസ കഴിക്കുന്നുണ്ടോ ഇല്ലയോ? സമോസ കഴിക്കാതെ നിനക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഞാൻ പത്ലു ആണ്. എന്റെ പത്ലു, നീ നോർമലായോ? എന്റെ കാവിലമ്മേ, എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൊളിക്കടുത്തല്ല. എന്റെ അമ്മോ, ശരിയായ ബട്ടൺ ഏതാണെന്ന് മനസ്സിലാക്കാതെ ഒന്നിലും പിടിച്ച് അമർത്തിയേക്കരുത് കേട്ടോ. ശത്രുക്കൾ എവിടെയുണ്ട്? ശത്രുക്കൾ എവിടെയുണ്ട്? ശത്രുക്കൾ എവിടെയുണ്ട്? ശത്രുക്കൾ എവിടെയുണ്ട്? ശത്രുക്കൾ എവിടെയുണ്ട്? അറ്റാക്ക്! അറ്റാക്ക്! എല്ലാവരും മോട്ടുവിനെ അറ്റാക്ക് ചെയ്യാ. ഇനി ആരാടാ ഉള്ളത്? ഈ ബട്ടൺ ആണെന്ന് തോന്നുന്നു. അതെ, ഇത് തന്നെ അത്.
തമ്മിൽ. വിജയിച്ചു. ഹേ, ഹേ, ഹേ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ അന്ത്യമിതാ. ഡ്രാഗോ! ഈ യുദ്ധം ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല മോട്ടു. അതെ പത്ലു, ഇങ്ങനെ നോക്കാതെ വേഗം സമൂസ എടുത്തോണ്ട് പോ. പത്ലു, സമൂസ വേഗം, സമൂസ. പത്ലു, വേഗം സമൂസ കൊണ്ടുപോ, വേഗം. അതിനെന്താ, ഇതാ പിടിച്ചോളൂ സമോസ. മോട്ടു, ഇന്നാ പിടിച്ചോ സമൂസ, വേഗം കഴിച്ചോ. മോട്ടു, നീ വിശ്രമിച്ചോ, ഇനി എന്റെ ഓർമ്മ. ഡ്രാഗോനെ പേടിക്കണം. ഒന്ന് നിർത്ത. എന്നെ വിട, എന്നെ വിട, എന്നെ വിട, വിട, എന്നെ വിട. എല്ലാം ശരിയല്ല, നമ്മള് ജയിച്ചുട്ടോ. മോട്ടു പത്ലു, ഡോക്ടർ ചട്ക, ഖസീഠാറാം, പിന്നെ ചിങ്കം സാർ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ഇത് ഞങ്ങളുടെ കടമയല്ലേ, ഇന്ന് വാങ്ങിക്കൂ. ഇത് ഞങ്ങളുടെ വക ഒരു സമ്മാനമാണ്. ഡ്രാഗോനെ പേടിക്ക, ഡ്രാഗോനെ പേടിക്ക. Watch India's largest kids library only on Jio Hotstar. Download the app now.